പുനർജനി ആയുർവേദ കോളേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ന് നിങ്ങളെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. ഇതാണ് കൂവളം. എല്ലാവർക്കും അറിയാം കൂവളം എന്നുള്ളത്. നമ്മുടെ ശിവഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ചെടിയാണ് കൂവളം. ഇനി നമുക്ക് കൂവളത്തിൻ്റെ ചില ഔഷധ വശങ്ങളെക്കുറിച്ച് നോക്കാം. എന്തൊക്കെയാണ് കൂവളം കൊണ്ട് ആയുർവേദത്തിൻ്റെ ബെനിഫിറ്റ്സ്, ഏതൊക്കെ ആവശ്യത്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, നമുക്ക് ഏറ്റവും വിശേഷപ്പെട്ട കൂവളത്തിൻ്റെ ചില സവിശേഷത എന്തൊക്കെയാണെന്ന് നോക്കി വരാം. ചില താന്ത്രിക വിധിപ്രകാരം തന്ത്രിമാർ കൂവളത്തിൻ്റെ ഇല ഉപയോഗിക്കാറുണ്ട്. പിന്നെ അമ്പലത്തിലൊക്കെ പോയാൽ നമ്മൾ കാണുന്നതാണ് കൂവളമാല, കൂവളത്തിൻ്റെ ഇല. ഇതൊക്കെ നമുക്ക് വളരെ പരിചിതമാണ്. കൂവളം നട്ടിട്ട് ആ ഒരു സ്ഥലം നശിച്ചിട്ടുണ്ടെങ്കിൽ ആ വീട് തന്നെ നശിച്ചു പോകുമെന്ന് പണ്ടേ മുതലുള്ള ആൾക്കാർ പറയാറുണ്ട്. അപ്പോൾ ആയുർവേദത്തിലെ നമുക്കെല്ലാം അറിയുന്ന ഒരു മെഡിസിനാണ് വില്വാദി ഗുളിക. വില്വാദി ഗുളിക ഉപയോഗിക്കുന്നത് തന്നെ എന്തെങ്കിലും രീതിയിലുള്ള വിഷചികിത്സയ്ക്ക്, അതേപോലെ ചില പ്രാണികൾ കടിച്ചാലുണ്ടാകുന്ന സ്കിൻ ഡിസീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വില്വാദി ഗുളിക, വില്വാദി ലേഹ്യം ഇതൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ. ഈ വില്വാദി ഗുളികയിലും വില്വാദി ലേഹ്യത്തിലും മാത്രമല്ല ദശമൂല, കടുത്രയം ഇങ്ങനെയുള്ള ചില കഷായങ്ങളിലുമൊക്കെ പ്രധാന ചേരുവകയായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ കൂവളത്തിൻ്റെ വേര്, ഇല ഇതൊക്കെ തന്നെയാണ്. ഇനി നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നമാണ് ഷുഗർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എന്താണ് ഒരു റെമഡി ഉള്ളത്, ആയുർവേദത്തിൽ പെട്ടെന്ന് എന്ത് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ള ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ കൂവളത്തിൻ്റെ ഇല ഒരു 5 ഇല എടുത്തിട്ട് അത് ചതച്ച് അതിൽ നിന്നും നീരെടുത്ത് രാവിലെ ഒരു 7 ദിവസം അല്ലെങ്കിൽ 14 ദിവസം നമ്മുടെ ഒരു കണ്ടീഷന് അനുസരിച്ചിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷുഗർ ലെവൽ നല്ല രീതിയിലുള്ള കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഈ ഒരു കൂവളം നമ്മുടെ ഒരു നാരകത്തിൻ്റെ ചെടിയുമായിട്ടൊക്കെ സാമ്യമുള്ളതാണ്. ആ ഒരു ഇനത്തിൽപ്പെട്ടത് തന്നെയാണ് കേട്ടോ. ഇനി കൂവളത്തിൻ്റെ ഇല ഇട്ടിട്ട് എണ്ണ കാച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയിലുണ്ടാകുന്ന താരൻ പോലെയുള്ള അസുഖങ്ങൾ മാറ്റി മുടി വളരെ സമൃദ്ധിയായിട്ട് വളരാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഇനി നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് കൂവളത്തിൻ്റെ ഇല ഇട്ട് വെച്ച വെള്ളം ഡെയിലി രാവിലെ കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഓജസ് നമുക്ക് ഉണ്ടാവും. അതേപോലെ അന്നത്തെ ആ ഒരു ദിവസം ഭയങ്കര ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് കൂവളത്തിൻ്റെ ഇലയിട്ട വെള്ളം. ഇനി നമുക്കുണ്ടാകുന്ന ചെവിവേദനയ്ക്ക് ഇതേപോലെ കൂവളത്തിൻ്റെ ഇലയിട്ടിട്ടുണ്ടാക്കിയ എണ്ണ ചെവിവേദന വരുന്ന സമയത്ത് 2-3 തുള്ളി ഉറ്റിച്ചിട്ടുണ്ടെങ്കിൽ ചെവിവേദന കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതായിരിക്കും. പല രീതിയിലുള്ള അലർജികൾ, സ്കിന്നിലുണ്ടാകുന്ന ചെറിയ പ്രോബ്ലംസ്, സ്കിൻ ഡിസീസസ് ഇങ്ങനെ വരുന്നതിനൊക്കെ നമുക്ക് കൂവളത്തിൻ്റെ ഇലയിട്ടിട്ട് ഉണ്ടാക്കിയ എണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും. ദശമൂല കഷായത്തിൽ നമുക്കറിയാം, ദശമൂലം എന്ന് പറഞ്ഞാൽ 10 മെഡിസിൻ്റെ 10 ചെടികളുടെ വേരുകളാണ്. അതിലൊന്ന് നമ്മുടെ കൂവളത്തിൻ്റെ വേര് തന്നെയാണ്. അതേപോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ് കൂവളത്തിൻ്റെ കായ്. കൂവളത്തിൻ്റെ ആ ഒരു പഴുത്ത് വരുന്ന സമയത്ത് അതിൻ്റെ ചാറ് എടുത്തിട്ട് നമുക്ക് പല അസുഖത്തിനും ഉള്ള മെഡിസിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ആ ഒരു കായ ഉണക്കി പൊടിച്ചിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അതിസാരം, അതേപോലെ ഛർദിൽ, ഇതിനൊക്കെ ഏറ്റവും നല്ല മെഡിസിനാണ്. ഇനി നമ്മൾ നിർത്താതെ നമുക്ക് ലൂസ് മോഷൻ ആകുകയാണ്, ഛർദി വരുവാണെങ്കിൽ കൂവളത്തിൻ്റെ ഇല എടുത്തിട്ട് അത് നല്ലോണം അരച്ചിട്ട് അതിൻ്റെ നീര് കുടിച്ചിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ പറയുന്ന അതിസാരവും ലൂസ് മോഷനും ഒക്കെ നമുക്ക് നിൽക്കുന്നതായിരിക്കും. ആയുർവേദത്തെ അഥർവവേദത്തിൻ്റെ ഉപവേദമായിട്ട് തന്നെ കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പല മെഡിസിനും ശല്യചികിത്സകൾ പോലുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇനി കൂവളത്തിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇനി പൂജാവിധികൾ, അതേപോലെ തന്ത്രവിദ്യയിൽ എങ്ങനെ നമുക്ക് ഈ ഒരു കൂവളത്തെ ഉപയോഗിക്കാം എന്നുള്ളത് തന്ത്രവിദ്യയിൽ വളരെ നാളത്തെ പരിജ്ഞാനവും അതേപോലെ വളരെയധികം പ്രാവീണ്യമുള്ള ശ്രീനാഥിനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം. കൂവളത്തിന് ശിവമല്ലി എന്നുള്ള ഒരു പേരും കൂടെയുണ്ട്. നമ്മുടെ ഭഗവാൻ ഏറ്റവും അധികം ഇഷ്ടമുള്ള ഒരു ചെടിയാണ് കൂവളം. ഇനി അത് നമ്മുടെ അമ്പലങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. താങ്കളുടെ അറിവിൽ കൂവളം എന്തിനൊക്കെയാണ്, ഏതൊക്കെ രീതികളിലാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്? അതിനെ സർപ്പക്കാവുമായിട്ടോ, അങ്ങനെ ഭഗവാൻ ഏറ്റവും ഇഷ്ടമാണല്ലോ സർപ്പം. അപ്പോൾ എന്തെങ്കിലുമായിട്ട് ബന്ധമുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും കൂവളത്തിന് വളരെ വിശേഷമാണ്. പ്രത്യേകിച്ച് ഭുവനേശ്വരി പൂജകളിൽ, ശിവൻ്റെ പോലെ തന്നെ ഭുവനേശ്വരി പൂജകളിൽ നമ്മൾ രക്തചന്ദനം ചേർത്ത് കൂവളത്തിൻ്റെ ഇല 108 ഇല മറ്റുള്ള പുഷ്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂവളത്തിന് ശിവനൊരു പ്രത്യേകമായിട്ടുള്ളൊരു
പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തന്നെ ആ കൂവളത്തിൻ്റെ ഒരു രൂപം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കുറച്ചുകൂടി മറ്റുള്ള പുഷ്പങ്ങൾ എന്നുള്ള രീതിയിൽ നിന്ന് വ്യത്യാസമായിട്ട് ഒരു ഇല എന്നുള്ള രീതിയിലേക്ക് മാറ്റം വന്നിട്ടുണ്ട് അതിൽ. മാത്രമല്ല ആ ഇല ശ്രദ്ധിച്ചാൽ 2 കണ്ണുകളും ഒരു തൃക്കണ്ണ് എന്നുള്ള അവസ്ഥയിൽ 3 എന്നുള്ള രീതിയിലുള്ള ഒരു പുഷ്പം, അതായത് മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന 2 ഇലകളും 2 ശാഖകളും ഉയർന്നു നിൽക്കുന്ന ഒരു തൃക്കണ്ണിൻ്റെ പൊസിഷനിൽ വരുന്ന മറ്റൊരു രീതിയായിട്ടാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് പറയുകയാണെങ്കിൽ മനസ്സിലാവുക. ഈ 3ന് ഇതിന് പുറമെ മറ്റുള്ള ചില കാര്യങ്ങളും കൂടി നമുക്ക് ബന്ധിപ്പിക്കപ്പെടാം. ത്രിലോകങ്ങളും അതുപോലെ തന്നെ ത്രിശരീരങ്ങളും ഏതൊക്കെ സ്ഥൂല സൂക്ഷ്മ കാരണങ്ങൾ 3 എന്നുള്ളൊരു കണക്കുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നൊരു വ്യക്തി കൂടിയാണ്. അതായത് ഒരു ആധ്യാത്മിക തലത്തിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിക്ക് ശിവൻ വളരെ വിശേഷപ്പെട്ടൊരു സമ്പ്രദായം, ശിവൻ്റെ ഒരു സമ്പ്രദായത്തിൽ നമുക്ക് കൂവളത്തിനെ നമുക്ക് ബന്ധിപ്പിക്കപ്പെടാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ തന്നെ കൂവളത്തിന് തന്ത്രവിധികളിൽ വെച്ചിട്ട് ഭുവനേശ്വരി പൂജകളിൽ ഇപ്പോൾ സാമാന്യമായിട്ട് ചെയ്യുന്ന എല്ലായിടത്തും പതിവില്ല, പക്ഷേ മറ്റ് ചില സ്ഥലങ്ങളിൽ രക്തചന്ദനത്തിൽ ചാലിച്ചിട്ട് കൂവളത്തിൻ്റെ ഇല പുഷ്പാഞ്ജലി കഴിക്കുകയാണെങ്കിൽ അതൊരു വിശേഷ ഫലസിദ്ധിയായിട്ട് തന്നെയാണ് നമ്മൾ പറയുക. ഇതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് കൂവളത്തിൻ്റെ കായ. നമ്മൾ ആ മഞ്ഞപ്പ് കലർന്ന കായ മാംസളമായിട്ടുള്ള ഭാഗം നമ്മൾ എടുത്തിട്ട് സിമൻറ്റ് പോലെ, അതായത് പ്രത്യേകമായിട്ടുള്ള കൂട്ടിക്കുഴച്ച മണ്ണുകളിലോട് ചേർത്ത് യോജിപ്പിച്ചാൽ അതിന് സിമൻറ്റിൻ്റെ പോലത്തെ ഉറപ്പ് കിട്ടും എന്നാണ് പറയുക. പ്രത്യേകിച്ച് കളിമണ്ണ് പോലുള്ള വസ്തുക്കളിൽ ചേർത്താൽ ഈ പഴയ കാലങ്ങളിലൊക്കെ നമ്മൾ ഈ സുർക്കി പോലുള്ള മിശ്രിതങ്ങളിൽ ചേർക്കാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവം ഇത് തന്നെയായിരുന്നു. ഇതുപോലെ തന്നെ പണ്ട് കാലത്ത് ഛായാചിത്രങ്ങളാണ് ഉണ്ടായിരുന്നതെല്ലാം. അപ്പോൾ ഈ ചായം എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതും ഇതേ മഞ്ഞപ്പ് തന്നെയാണ്. പ്രത്യേകിച്ച് അതിനെ കിളികൾ അങ്ങനെയുള്ള വസ്തുക്കളോട് കുറച്ചുകൂടി ഇതിനോട് വന്നിട്ട് ഇതിൻ്റെ പരാഗണം നടത്തി ഇതിൻ്റെ വിത്തുകൾ അടുത്തടുത്ത് കൊണ്ടുപോയി ഇടാൻ, സാമാന്യമായിട്ട് വിത്ത് എന്നുള്ള രീതിക്ക് മാറിയിട്ട് ഇത് പടർന്ന് പന്തലിക്കുന്ന രീതിയാണ്. അതായത് വേരുകളിൽ നിന്ന് പൊട്ടിയിട്ട് അടുത്ത വേരുണ്ടാവുക. അങ്ങനെ ഇപ്പോൾ ശിവമല്ലി ആദ്യം പറഞ്ഞുവല്ലോ, ശിവമല്ലി എന്ന് പറയുന്ന ഒരു പേര് പോലെ തന്നെ ഒരു കാവ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് കാവുകളിൽ വളർത്തേണ്ട വൃക്ഷം എന്നുള്ളതിലുപരി എല്ലാ വീടുകളിലും വളർത്തേണ്ട ഒരു വൃക്ഷം തന്നെയാണ് കൂവളം. ശിവനും കൂവളവും സർപ്പക്കാവും എന്നൊക്കെയുള്ള ഒരുപാട് രീതിയിലുള്ള ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്ന ഈ ഒരു സമയത്ത് പല രീതിയിലുള്ള കഥകൾ നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. ഇത്രയും വിശദമായിട്ട് ഇതിനെക്കുറിച്ച് സാറ് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു തന്നതിൽ നന്ദിയുണ്ട്. എല്ലാവരുടെയും ഉള്ളിലുള്ള പല അറിവുകളുമാണ് ഈ ഒരു രീതിയിൽ മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. നിങ്ങൾക്കും ഏതൊക്കെ രീതിയിലുള്ള അറിവുകൾ ഇതിനെക്കുറിച്ച് ഉണ്ട് എന്നുള്ളത് ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. എപ്പോഴും പറയാറുള്ളത് പോലെ ഈ അറിവുകളൊക്കെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഉപകാരപ്രദമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരാൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ അറിവുകൾ എല്ലാവരിലോട്ടും എത്തട്ടെ. എല്ലാവർക്കും നന്ദി.